ചെറിയതായിരിക്കുന്ന തുകയല്ല കൊടുത്തു തീർക്കാനുള്ളത്. ഈ തവണത്തേത് മാത്രമല്ല, സഹകരണ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള തുക, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള തുക, അനുബന്ധ ഏജൻസികൾക്ക് കൊടുക്കാനുള്ള തുക, അത് ശതകോടികളാണ്. വിഷൻ 2031 പൂർണ്ണമായും 2031 ആകുമ്പോൾ നടപ്പിലാക്കി തീർത്ത് ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ള സമീപനം UDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലൂടെ കടന്നു വന്ന കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ K. പ്രവീൺകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണവും, അതുപോലെ റെയിൽവേ സ്റ്റേഷനിലും ഇവിടെയും അവർ കാണിച്ചതായിരിക്കുന്ന കരുതലും സ്നേഹവും പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയുന്നു. ജില്ലയിൽ ഒരു മന്ത്രി ഇല്ലാത്തതിൻ്റെ പരിഭവം പലരും പറയുകയുണ്ടായി. സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായി എല്ലാ ക്യാബിനറ്റ് വരുമ്പോഴും പലയിടങ്ങളിലും ഉണ്ടാവും. അത് പ്രവർത്തകരുടെ ആ വികാരത്തോട് പൂർണ്ണമായും യോജിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രി മുതൽ മുഴുവൻ മന്ത്രിമാരും കോഴിക്കോട് ജില്ലയോട് പ്രത്യേകമായിട്ടുള്ള പരിഗണന കാണിക്കും എന്നുള്ളതും, മന്ത്രിയില്ലാത്തതിൻ്റെ ഒരു വൈഷമ്യം ജില്ലയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ളതും പ്രത്യേകം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആദ്യത്തെ മീറ്റിംഗ് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം കൃഷി വകുപ്പ് നേതൃത്വം കൊടുത്തത് കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്നതായ നെല്ലും സമ്പൂർണ്ണമായി സംഭരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ്. അതിൻ്റെ ഭാഗമായി സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ M. ലിജുവും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബിനെയും ഒരുമിച്ചു കൂട്ടി യോഗം ചേരാനും അതിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനും സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് മഴ വരുന്നതിന് മുമ്പ് കേരളത്തിലെ നെല്ല് സംഭരണം സമ്പൂർണ്ണമാക്കണം എന്നുള്ള നിർദ്ദേശമാണ്. മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തതായ ആ യോഗത്തിൽ നെല്ല് സംഭരണം ഒരു കാരണവശാലും വൈകരുതെന്നും അത് പൂർണ്ണമായും മഴ വന്നു കഴിഞ്ഞാൽ പിന്നീട് മഴ കൊള്ളും, അത് മുളയ്ക്കും, ഉപയോഗശൂന്യമായ സാഹചര്യത്തിൽ കർഷകന് നഷ്ടം പറ്റും, അതുണ്ടാകാതിരിക്കാൻ പ്രൊക്യൂർമെൻറ്റ് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. അതിൻ്റെ ഓരോ ദിവസത്തെ അവലോകനവും ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന് PRS റെസിപ്റ്റുമായി ബന്ധപ്പെട്ട് പാഡി റെസിപ്റ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. PRS റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാനുള്ള കാലതാമസം ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. 2, ഇഷ്യൂ ചെയ്ത PRS റെസിപ്റ്റിൻ്റെ മേലെ വെരിഫിക്കേഷൻ നടപടി ഉദ്യോഗസ്ഥർ വൈകിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അതിൽ അടിയന്തരമായ നടപടി ഉണ്ടാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർഷകന് കിട്ടാനുള്ളതായ പണമാണ്. അത് വളരെ പെട്ടെന്ന് അത് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടികളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗം അതിൽ ചെറിയതായിരിക്കുന്ന തുകയല്ല കൊടുത്തു തീർക്കാനുള്ളത്. ഈ തവണത്തേത് മാത്രമല്ല, സഹകരണ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള തുക, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള തുക, അനുബന്ധ ഏജൻസികൾക്ക് കൊടുക്കാനുള്ള തുക, അത് ശതകോടികളാണ്. ഞാനതിൻ്റെ കണക്ക് ഇപ്പോൾ പൂർണ്ണമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഇത്രയും വലിയ തുക, അതിൻ്റെ 3 ഫയലുകൾ പെൻഡിംഗ് ആയി നിൽക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകണം എന്നുള്ള
ഇടപെടൽ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രിയും ആ കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും കർഷക താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ടും അവരെ ചേർത്ത് നിർത്തിയും കൃഷി ആദായകരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചും വിജ്ഞാന വ്യാപനത്തിന് നേതൃത്വം കൊടുത്തും വിപണി സൗകര്യമൊരുക്കിയും പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിച്ചും മുന്നോട്ട് പോകാനുള്ള നടപടികൾക്ക് വകുപ്പ് നേതൃത്വം കൊടുക്കും. വരുന്ന ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ സംസ്ഥാനതല പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷി വകുപ്പിൻ്റേത് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് നടക്കും. അവിടെ ഫ്രൂട്ട് പ്ലാന്റ് നട്ടുകൊണ്ടുള്ള ഉദ്ഘാടനം, പ്രതിജ്ഞയെടുക്കലും ഒക്കെ പരിപാടികളോടുകൂടി അവിടെ നടക്കും. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിസ്ഥിതി ദിന ആഘോഷ പരിപാടികൾ കൃഷി വകുപ്പുമായി സംയോജിപ്പിച്ചുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർത്തിണക്കി നടത്താനുള്ള തീരുമാനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും പ്രത്യേകം ഉണ്ടാകണമെന്ന് പറയുന്നു. ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് പറയുന്നു. പൊതുപ്രവർത്തനത്തിൽ നല്ല അനുഭവ സമ്പത്തുണ്ട്. പക്ഷേ ഒരു മന്ത്രി എന്ന രീതിയിൽ തുടക്കക്കാരനാണ്. അതിൻ്റെ പരിമിതികളുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസർച്ച് നടത്തുന്ന വിദ്യാർത്ഥികളുമായും അതുപോലെ കാർഷിക മേഖലയിൽ സയൻറ്റിസ്റ്റുകളുമൊക്കെയായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കകം നീണ്ട കൂടിയാലോചനകൾ നടത്തി. ആ കൂടിയാലോചനകൾ തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിഷൻ 2031 അത് നടപ്പിലാക്കുന്നതോടുകൂടി കേരളത്തിൻ്റെ അന്തരീക്ഷം മാറും. അത് നടപ്പിലാക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സമയബന്ധിതമായിട്ടുള്ള ഒരു മിഷൻ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. കൃഷി വകുപ്പും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. UDF മുന്നോട്ട് വെച്ച ആശയങ്ങളും അതിൻ്റെ പുറമെയുള്ള ആശയങ്ങളും എല്ലാമായി വിഷൻ 2031 പൂർണ്ണമായും 2031 ആകുമ്പോൾ നടപ്പിലാക്കി തീർത്ത് ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ള സമീപനം UDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഓക്കെ. കാർഷിക സർവകലാശാല രജിസ്ട്രാർ നിലവിലുള്ള 20 വർഷമായി ഇൻചാർജാണ്. 20 വർഷമായി ഇൻചാർജാണ്. അപ്പോൾ ആ ഇൻചാർജ് 20 വർഷമായി ഇൻചാർജുള്ള ഇപ്പം ഉണ്ടായിരുന്ന ആൾ രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. പുതിയ രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ നടപടികൾ സ്വീകരിക്കും, സ്വാഭാവികമായി തുടങ്ങും.